എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഏതായാലും നീ ഫംഗ്ഷന് പോയേ പറ്റുള്ളൂ, അവിടെ പോയി ഒരു 2 വാക്ക് പറഞ്ഞ് സന്തോഷത്തോടെ അവാർഡ് വാങ്ങിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവും. പിന്നെ അനാമികയാണ് കാണിക്കുന്നത്. അനാമിക ആകെ സങ്കടമായിട്ട് നയനയ്ക്ക് ഈ അവാർഡ് കിട്ടുന്ന കാര്യം ഓർത്തിട്ട്. അന്നേരം അനാമിക പറയുവാണ്, അവളങ്ങ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുവാണ്, ഇനിയിപ്പം എന്തൊക്കെ അവാർഡ് അവൾക്ക് കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമം പറയുമ്പം വേണു പറയുന്നുണ്ട്, അത് നേരെ മോളെ, ഞാൻ അറിഞ്ഞത് അവളുടെ പ്രശസ്തി ഈ സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനത്തേക്കും എത്തിത്തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് വേണു പറയും. അന്നേരം രേവതിയും പറയുന്നുണ്ട്, ആദ്യം മോളെ ഒരു കമ്മൽ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ജ്വല്ലറി പോയായിരുന്നു. അന്നേരം അവർ ഞങ്ങളോട് ചോദിക്കുവാണ്, മൂർത്തി ജ്വല്ലറിയിലെ ബന്ധുക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. അവരെല്ലാവരും സംസാരിക്കുന്നത് അവരുടെ ഡിസൈനെ പറ്റിയാണ്. അതുപോലെ ആ ഡിസൈൻസ് എല്ലാം അവരും കോപ്പി അടിച്ച് തുടങ്ങി എന്നാണ് കേട്ടത്. അവൾക്ക് ഏതായാലും നല്ല പേരും പ്രശസ്തിയൊക്കെ ആയി എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഈ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും മുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു, അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം വേണു പറയും, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, നമ്മളൊക്കെ ഒതുങ്ങിപ്പോയില്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട്, എന്തിനാ വെച്ചാലും നമ്മൾ ഇനി എങ്ങനെ പേടിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കും. അന്നേരം രേവതി പറയുന്നുണ്ട്, ദേവയാനി ചേച്ചിക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് നമ്മളാണ് എന്നങ്ങനെ ദേവയാനി ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, അതോടെ നമ്മുടെ കാര്യം തീരുമെന്ന് പറയും. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മ അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ, ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, മോളെ നേരത്തെ പോലെയല്ല കാര്യങ്ങൾ, ഇപ്പം ദേവയാനി ചേച്ചിക്ക് മരുമോളോട് അത്ര വലിയ ദേഷ്യമൊന്നുമില്ല, മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മോൻ സ്നേഹിക്കുന്നതുകൊണ്ട് അവളെ അംഗീകരിക്കാനുള്ള മനസ്സുമായിട്ടാണ് അവരിപ്പം നടക്കുന്നത്, അതുകൊണ്ട് നേരത്തെ പോലത്തെ കളികളൊന്നും ഇനി നടക്കുകയില്ല എന്ന് വേണു പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഒരുത്തി SI, ഒരുത്തി ഡിസൈനർ, ഇനി വേറൊരുത്തി ഇനിയിപ്പോൾ എന്താണോ ആകാൻ പോകുന്നത് എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, അതിനെന്താ, കുറേ കഴിയുമ്പോൾ അവൾ പ്രസവിക്കും, ആ കുട്ടിയാകും ആ വീട്ടിലെ താരം, അവൾക്ക് അത് മതിയല്ലോ, നിനക്ക് അതുപോലും ഇല്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട, കുടുംബജീവിതം ഇല്ലാത്തവൾക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്, എനിക്ക് ആ വീട്ടിൽ ഇനി മതിയായി, എങ്ങനെയെങ്കിലും ആ ഭ്രാന്താലയത്തിൽ നിന്ന് ഒന്ന് പുറത്ത് ചാടണം, കുറേ നിയമങ്ങളുമായിട്ടൊരു വീട്, എനിക്ക് അവിടെ ജീവിക്കുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് അനാമിക. രണ്ടുപേരും ഇത് കേട്ട് വിഷമിക്കുന്നുണ്ട്, കുറേ സ്വത്ത് അവിടെ നിന്ന് അടിച്ചു മാറ്റാം എന്ന് കരുതിയതാണല്ലോ. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന അവാർഡ് ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല, സ്ത്രീകളും കുട്ടികളും മാത്രം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വന്നാൽ എന്താ ആദർശേട്ടാ കുഴപ്പം, അമ്മയോട് കൂടെ വരാൻ പറ എന്നൊക്കെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷേ അമ്മ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയും. ഏതായാലും നയന റെഡിയായി കഴിയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഇത്രയും കാലം നന്നായിട്ട് നോക്കിയില്ല, അതുകൊണ്ടാണ് അത് മനസ്സിലാകാതിരുന്നത് എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനെങ്കിലും എങ്കിൽ എൻ്റെ കൂടെ വരാൻ മേലെ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനല്ലേ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറയാമെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് പറയുന്നതായിട്ട് പറയണ്ട, ആദർശേട്ടൻ്റെ ഒരു അഭിപ്രായമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മ അത് അംഗീകരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയും. പോകുന്നതിന് മുമ്പ് നയനയുടെ കഴുത്തിൽ ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് ആദർശ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പറയും, ഇതും നയന കളക്ഷൻസിൽ വരുന്ന ആഭരണമല്ലേ, മിക്കവാറും നീ തന്നെയായിരിക്കും അവിടുത്തെ സ്റ്റാർ, ഇനിയും ഇഷ്ടംപോലെ അവാർഡുകളൊക്കെ നിനക്ക് കിട്ടാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല, ഇതിപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി ഇനി ഇങ്ങനെയുള്ള അവാർഡിനൊന്നും എന്നെ വിളിക്കേണ്ട കേട്ടോ ആദർശേട്ടാ എന്ന് പറയും. അന്നേരം ആദർശ് പറയും, നീ ആയിട്ട് വേറെ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഇന്ന് പോയി ആ അവാർഡ് വാങ്ങിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ഏതായാലും നയനയുടെ ആഗ്രഹപ്രകാരം ദേവയാനിയോട് ഫംഗ്ഷൻ്റെ കാര്യം പറയാൻ വേണ്ടി ആദർശ് അങ്ങ് പോവാട്ടോ. ആദർശ് നേരെ ദേവയാനിയുടെ അടുത്ത് പോയി ഡയറക്റ്റ് അങ്ങ് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഓർത്ത് ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ്. അമ്മേ, സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഫംഗ്ഷനാണ്, ഈ വീട്ടിൽ നിന്ന് വേറെ ആരും പോകുന്നില്ല, അവൾ തനിയേ പോകുന്നുള്ളൂ, പിന്നെ ഞാൻ പോകാമെന്ന് വെച്ചാലും അത് ശരിയാകിയല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും. അന്നേരം ദേവയാനിയെ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, അവളുടെ ഭർത്താവെന്ന നിലയ്ക്ക് നിനക്ക് വേണമെങ്കിൽ പോകാം, നീ പൊയ്ക്കോ എന്ന് പറയും. അന്നേരം ആദർശ് പറയും, ഞാൻ പോകുന്നില്ല, അമ്മയ്ക്ക് പോകാൻ മേലെ എന്ന് വയ്ക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ അത് അവളുടെ വലിയൊരു ആഗ്രഹമാണ്, അവൾ അവാർഡ് മേടിക്കുന്ന സമയത്ത് അമ്മ അവിടെ കാണണമെന്നത്, അതുകൊണ്ട് അമ്മയ്ക്കൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുവാണ്. അന്നേരം ദേവേനെ പറയുക, എന്നെ അവളുടെ മുമ്പിൽ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അവൾ അവാർഡ് മേടിക്കുന്നത് ഞാൻ കാണണം, അവൾ വലിയ ആളാണ് എന്ന് എനിക്ക് തോന്നണം, അതിന് വേണ്ടിയല്ലേ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, അങ്ങനെയൊന്നുമല്ല, അവൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നന്മയായിട്ട് അമ്മ കരുതണ്ടേ, ഇനിയിപ്പോൾ അമ്മ കൂടെ ചെന്നില്ലെങ്കിൽ അവൾ പോകുന്ന വഴിക്ക് ചിലപ്പം
തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോയെന്നിരിക്കും, അവാർഡ് ഫംഗ്ഷന് പങ്കെടുത്തില്ല എന്നും ഇരിക്കും. അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് കൂടിയാണ് എന്ന് പറയുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ, എൻ്റെ കൂട്ടുകാരിയും മകളും ഒക്കെയാണ് ഈ അവാർഡ് സംഘടിപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പം അവൾ അവിടെ ചെന്നില്ലെങ്കിൽ അവരുടെ മുമ്പിൽ നാണം കിടുന്നത് ഞാനും കൂടിയാണ്. അവരുടെ മുഖത്ത് കരിവാരി തേച്ച പോലെയാകും. അതുകൊണ്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പോകാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയും. എന്നിട്ടിങ്ങനെ ദേവേനി പറയുവാണ്, ഇനിയിപ്പോൾ ഏത് വേഷം ഇട്ടുകൊണ്ടാണ് ഇനി പോകുന്നത്, അതുമൊക്കെ ഇനി സെലക്ട് ചെയ്യേണ്ടേ എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ ആദർശ് പറയും, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, സാരിയൊക്കെ ഞാൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ആദർശ് കൂടെ നിൽക്കുക. എന്നിട്ട് ദേവേനി പറയും, ഓ ഇനിയിപ്പോൾ നീ ആയിട്ടൊന്ന് സെലക്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, നീ പോയിക്കോ, ഞാൻ റെഡിയായി അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയും. ആദർശ് സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പോരുന്നത്. അന്നേരം ദേവേനി മനസ്സിൽ ഓർക്കുവാണ്, എൻ്റെ മകൻ കൊണ്ട് തന്ന ഒരു സാരി ഉണ്ട്, അവൻ സെലക്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവൻ എനിക്ക് തന്നത്, പക്ഷെ അത് എൻ്റെ മരുമോള് സെലക്ട് ചെയ്തതാണ് എന്ന് എനിക്കറിയാം, ആ സാരി തന്നെ ഉടുത്തു പോകാം എന്നിങ്ങനെ ദേവേനി മനസ്സിലോർക്കുന്നു. അങ്ങനെ ആ സാരി ഉടുത്ത് തന്നെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ദേവേനി ചെല്ലുമ്പോൾ അവിടെ വെച്ചേക്കുന്ന പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ദേവേനി. അതൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ കുറച്ച് നേരം നിൽക്കും. എന്നിട്ട് അവിടെയുള്ളവരോട് ഗ്രേസിയും മോളും എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവർ ഗ്രീൻ റൂമിലുണ്ട് എന്ന് പറയും. നേരെ ദേവയാനി ഗ്രീൻ റൂമിലേക്ക് വരുവാണ്. അന്നേരം അവിടെയുള്ളവരും നയനെപ്പറ്റി തന്നെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയന കളക്ഷൻസ് ഭയങ്കര ഗംഭീരമായ ഡിസൈൻസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരം തന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, തന്നെപ്പറ്റിയും തൻ്റെ മരുമോളെ പറ്റിയൊക്കെ. ആ സമയത്ത് ഇങ്ങ് വന്നല്ലോ എന്ന് പറയുവാണ്. അന്നേരം എങ്ങനെയുണ്ട് ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായോ എന്ന് ചോദിക്കുമ്പം എല്ലാം റെഡിയാ ആൻറ്റി, ഒന്നും പേടിക്കണ്ട എന്ന് പറയും. അന്നേരം ഗ്രേസി പറയുന്നുണ്ട്, അവസാന നിമിഷം തൻ്റെ മരുമോള് ഞങ്ങളെ ഒന്ന് ഞെട്ടിച്ചു കിട്ടോ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഇങ്ങനെയൊരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഈ അവാർഡ് കിട്ടുന്നത് വലിയ കാര്യമൊന്നും അല്ല, പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നിനക്ക് അവാർഡ് അവർ തരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവൾക്ക് തോന്നിക്കാണും അവാർഡ് മേടിക്കണ്ട എന്ന്. പിന്നെ ആ തീരുമാനം ഒന്ന് മാറ്റിക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. ആദർശിനെ കൊണ്ടും അവൻ്റെ മുത്തശ്ശിയെ കൊണ്ടും ഒക്കെ സംസാരിപ്പിച്ചാണ് അവളുടെ ആ അഭിപ്രായം ഒന്ന് മാറ്റിയത്. പിന്നെ ഇങ്ങനെ പേരും പ്രശസ്തിയൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അതും ഒരു കാരണമാണ് എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അന്നേരം ഗ്രേസി ചോദിക്കും, ഇങ്ങനെ ഒളിച്ച് എത്ര കാലമാണോ താൻ തൻ്റെ മരുമോളെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട്, വേറെ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയും. അന്നേരം ഗ്രേസി പറയുന്നുണ്ട്, ആ പെൺകുട്ടി ഉള്ളത് കൊണ്ടാണ് താനിപ്പോൾ ഈ ചുറുചുറുക്കോടെ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന് പറയും. അന്നേരം ദേവേനി പറയും, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഗ്രേസി, പിന്നെ കരൾ തന്ന പെൺകുട്ടിയുടെ പേരിൽ അവരെന്നോട് കള്ളത്തരം കാണിച്ചപ്പം തിരിച്ചും കുറച്ചൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതുമാത്രമല്ല, വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്, അവിടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ, ജലജയുടെ കാര്യമൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പം ഗ്രേസി പറയുന്നുണ്ട്, പിന്നെ ജലജനെ ഒരു അർഹതയില്ലാതെയാണ് ആ വീട്ടിലേക്ക് അവിടുത്തെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വന്നത്, എന്നിട്ടും അവൾക്ക് അതിനുള്ള നന്ദിയൊന്നും ഇല്ലല്ലോ എന്ന് ഗ്രേസി പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് മാത്രമല്ല, അനിയയുടെ വിവാഹം വരെ ജാനകിക്ക് വളരെ ഇഷ്ടമായിരുന്നു നയനെയും അതുപോലെ എന്നെയും ഒക്കെ, പക്ഷേ വിവാഹത്തിന് ശേഷം അവളും ജലജയുടെ കൂടെ കൂടി, അതുകൊണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ഞാനും നയനും തമ്മിൽ അത്ര ഇഷ്ടത്തിലല്ല എന്ന് കാണിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള പല മാർഗവും അവർ ചെയ്യും, അവർ ആദർശിനെ കൊണ്ട് പോലും നയനെ വെറുപ്പിക്കും, അതുകൊണ്ട് ഈ ഒരു രീതി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ കരുതിയെന്ന് ദേവയാനി പറയുന്നുണ്ട്. പിന്നെ പറയും, എന്നെ കുറച്ച് പറ്റിച്ചതല്ലേ, അതിനെ തിരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ, ആ കൂടെ ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പെട്ടു പോകുന്നതേ ഉള്ളൂ എന്ന് പറയും. പിന്നെ അവിടുത്തെ ഫംഗ്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ആൻമേരി പറയുന്നുണ്ട്, നയന മേഡം വരാറായി, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ ദേവയാനി പറയും, ഞാൻ വരുന്നില്ല, ഞാൻ അകത്തെവിടെയെങ്കിലും നിന്നോളാം എന്ന് പറയും. അവരങ്ങോട്ട് പോവുകയാണ്. ദേവയാനി ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയും അനാമികയും തന്നെയാണ്. 3 പേർക്കും ഭയങ്കര സങ്കടമാട്ടോ എനിക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടുന്ന കാര്യം ഓർത്തിട്ട്. എന്നാലും ജലജ പറയുന്നുണ്ട്, അവളങ്ങ് വളർന്ന് പന്തലിക്കുവാണ്, മൂർത്തി ജ്വല്ലറി ഇപ്പോൾ അറിയുന്നത് തന്നെ അവളുടെ പേരിലാണ്, എന്തോരം കളക്ഷൻസ് അവൾ ഉണ്ടാക്കുന്നതെന്നറിയാമോ, ഈ പ്രാവശ്യത്തെ വിഷു അവൾ കൊണ്ടുപോകും എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, കൊണ്ടുപോകുന്നല്ല, കൊണ്ടുപോയി കഴിഞ്ഞു, ഓണത്തിൻ്റെ പേരിലും അവൾക്ക് കുറേ പ്രശസ്തിയൊക്കെ കിട്ടിയതാണ്, അതുപോലെ തന്നെ ഈ പ്രാവശ്യം ആകും എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമമാട്ടോ 3 അന്നേരം ജലജ പറയുന്നുണ്ട്, ഒരെണ്ണം SI ആണ്, ഒരെണ്ണം വലിയ ഡിസൈനറാണ്, പിന്നെ ഒരുത്തിയുണ്ട് അവൾ ഗർഭിണി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മൂർത്തി ജ്വല്ലറി മോഡലാകണം അതാ ഇതാ എന്ന് പറഞ്ഞ് അവൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അനിയത്തി അതൊക്കെ ആക്കിയേനെ എന്നിങ്ങനെ പറയുക. അന്നേരം ജാനകി പറയും, അവൾ അങ്ങനെയൊന്നും ചെയ്യുകയില്ല, സ്വന്തമായിട്ട് വളരണം എന്നല്ലാതെ ചേച്ചി അനിയത്തി ബന്ധമൊന്നും അവൾക്കില്ല, അവൾ അങ്ങനെ ചെയ്യത്തുമില്ല എന്ന് പറയുന്നുണ്ട്.
അന്നേരം അനാമിക പറയുന്നുണ്ട്, അതെങ്ങനെ ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞ് വല്യമ്മ തന്നെ അവളെ അങ്ങ് അഴിച്ചു വിട്ടേക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് എന്നിങ്ങനെ പറയുമ്പം ജലജ പറയും, അത് നേരെ, അത് നീ ശ്രദ്ധിച്ചായിരുന്നോ ജാനകി എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയും, അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, നിവൃത്തികേട് കൊണ്ടാണ്. മകൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി അവൾക്ക് എതിരെ നിന്നിട്ടുണ്ടെങ്കിൽ മകനും ഏട്ടത്തിയെ വെറുക്കും എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഗതികേട് കൊണ്ട് നിൽക്കുന്നതാണ് എന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ജലജ പറയുന്നുണ്ട്, അവൾ ഇനി ആദർശിൻ്റെ മുകളിൽ വളരുകയും മൂർത്തി ജ്വല്ലറിയുടെ അധികാരം അവളിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജലജ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. പോയി കഴിയുമ്പം ജാനകി അനാമികയോട് പറയുവാണ്, 3 ബ്രാഞ്ചിൻ്റെ അധികാരം ഇപ്പം അനിയുടെ കയ്യിലാണ്. അവൻ പോകുന്ന കൂട്ടത്തിൽ മോളും പോകണം. അങ്ങനെ കുറേ അധികാരങ്ങളൊക്കെ മോളും പിടിച്ചെടുക്കണം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇവിടുന്ന് പോകുമ്പം കൂടെ അവളെയും കൂട്ടിക്കൊണ്ട് പോകും. അത് അങ്ങേർക്ക് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അമ്മയുടെ മോനെ അങ്ങനെ ഒരു ഇഷ്ടം എന്നോടില്ല. ഇവിടുന്ന് അനി മാറി നിൽക്കുന്നത് തന്നെ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ കൂടെ എന്നെ കൊണ്ടുപോകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ദേഷ്യപ്പെട്ടിട്ടാണ് അനാമിക അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത്. പിന്നെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. നയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എല്ലാവരും. നയന വന്ന് ഇറങ്ങുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അന്നേരം ഗ്രേസി പറയുന്നുണ്ട്, അവസാന നിമിഷം മോള് ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു വിട്ടോ എന്ന് പറയുമ്പം അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയോട് ഫംഗ്ഷന് വരാൻ പറഞ്ഞു. അപ്പം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പുറകോട്ട് പോയി എന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ഗ്രേസി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഇനി വിഷമിക്കേണ്ട, നേരത്തെ തന്നെ ദേവയാനി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ വന്നോ എന്ന് ചോദിക്കും. അന്നേരം വന്നിട്ടുണ്ട്, വലിയ ഇഷ്ടത്തോടെയൊന്നുമല്ല, എങ്കിലും അകത്തുണ്ട്. ഏതായാലും ഫംഗ്ഷൻ കഴിഞ്ഞ് ഇനി പോകുള്ളൂ, അതുകൊണ്ട് മോളിങ്ങ് വാ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ അവർ നയനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് കണ്ട് മാറി നിൽക്കുവാണ് ദേവയാനി. ദേവയാനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നോക്കി നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.